അവസരങ്ങൾ മുതലെടുക്കുന്ന ഒരു കലയാണ് തിരഞ്ഞെടുപ്പ്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും അത് സാധാരണ മരണമാകട്ടെ, കൊലപാതകമാകട്ടെ, ആത്മഹത്യയാകട്ടെ, അതൊക്കെ എങ്ങനെ തങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പ്രയോജനപ്പെടുത്താമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള ഈ മുതലെടുപ്പുകളെ വളരെ അതിര് കടന്ന് വളരെ മനുഷ്യത്വരഹിതമായ രീതിയിലേക്ക് പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലുണ്ടായ അനന്തു എന്ന 10ാം ക്ലാസ്സുകാരൻ്റെ മരണം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വേദനിപ്പിച്ച സംഭവമാണ്. നിലമ്പൂരിലെ ജനങ്ങളെ മുഴുവൻ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. പക്ഷേ ആ സംഭവമുണ്ടായ ഉടനെ തന്നെ അത് എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത്. വനം വകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ തന്നെ അന്ന് ആ മരണവിവരം അറിഞ്ഞിട്ട് ഉടനെ പ്രതികരിച്ചത് ഈ മരണം കോൺഗ്രസ്സുകാർ ഒരുക്കിയതാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ്. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നീലപ്പെട്ടിയുമായി വന്ന് അതൊരു രാഷ്ട്രീയ തന്ത്രം, ഒരു ആയുധമാക്കാൻ ശ്രമിച്ചോ, അതുപോലെ തന്നെ ഈ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഈ മന്ത്രി നടത്തിയതെന്നും അതുകൊണ്ട് മന്ത്രി മാപ്പ് പറയണമെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് പോലെ ഈ അവസരത്തെ, ഈ മരണത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ജനങ്ങൾ സ്വാധീനിക്കുന്നു, എത്രമാത്രം ജനങ്ങളെ ഉൾക്കൊള്ളുന്നു, എത്രമാത്രം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ വളരെ ഹീനമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് പൊതുവെ വളരെയേറെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നിലമ്പൂരിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവമല്ല. 1969 നിലമ്പൂരിലെ MLA ആയിരുന്ന കെ കുഞ്ഞാലി വെടിവെച്ച് കൊല്ലപ്പെട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ MLA അങ്ങനെ വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ആ കുഞ്ഞാലിയുടെ മരണം വാസ്തവത്തിൽ അന്നത്തെ എതിർ സ്ഥാനാർത്ഥിയായ ആര്യടൻ മുഹമ്മദിനെതിരെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. കുഞ്ഞാലിയെ കൊന്നത് ആര്യടൻ മുഹമ്മദാണ് എന്ന് വ്യാപകമായിട്ട് പ്രചാരണമുണ്ടായി. കുഞ്ഞാലി വളരെ പ്രഗത്ഭനായ ഒരു MLA ആയിരുന്നു. കുഞ്ഞാലിയെ ഏർനാടിൻ്റെ ചെഗൂര എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹം അത്ര ശക്തമായിട്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുകയും ഈ ജന്മിമാർക്കും, അന്നത്തെ കാലത്ത് നമുക്കറിയാം ജന്മിമാരും തോട്ടം ഉടമകളുമൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ജീവനക്കാരോട് പെരുമാറിയിരുന്നത്. സമരങ്ങളെ അടിച്ചമർത്തുകയായിരുന്നു. അതിനൊക്കെ എതിരായിട്ട് വളരെ ശക്തമായിട്ട് പോരാടിയ ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞാലി. എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന, എല്ലാവരും ആരാധിച്ചിരുന്ന നേതാവായിരുന്നു. പക്ഷേ കുഞ്ഞാലിയെ വെടിവെച്ചത് ആര്യടൻ മുഹമ്മദാണ് എന്ന അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഉണ്ടായത്. അപ്പോൾ ആര്യടൻ മുഹമ്മദ് അന്ന് പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം കുറ്റമുക്തനാക്കപ്പെട്ടു. അദ്ദേഹത്തിന് ആ കേസുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആര്യടൻ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വെടിവെച്ചതിൻ്റെ പിന്നിൽ ആരൊക്കെയായിരുന്നുള്ളത്. എന്തായാലും അന്ന് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു കുറ്റവും ചെയ്യാത്ത ആര്യടൻ മുഹമ്മദ് അന്ന് ആരോപണ വിധേയനായി. അതിനുശേഷം ആര്യടൻ മുഹമ്മദ് അവിടെ 8 ഇലക്ഷനിൽ ജയിച്ചു. 8 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെയാണ് ജയിച്ചത്. 1980 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, A വിഭാഗം LDFിലായിരുന്നതുകൊണ്ട് അന്ന് ആര്യടൻ മുഹമ്മദിന് വേണ്ടി വോട്ട് ചോദിച്ചത് CPMകാരാണ്. അതിനുശേഷം ആര്യടൻ മുഹമ്മദ് അതേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും മന്ത്രിയാകുകയും ചെയ്തു. അപ്പോൾ ഈ ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ കൂടെ നിർത്തിക്കൊണ്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നതുകൂടി ആലോചിക്കണം. ഇപ്പോഴിതാ ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ ആവർത്തിക്കുന്നു. ആര്യടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ ബാലൻ്റെ മരണം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. വളരെ പ്രശസ്തമായൊരു സംഭവമാണ്, എപ്പോഴും ആളുകൾ മറന്നിട്ടില്ലാത്തൊരു കാര്യമാണ് 1980 നടന്ന സർസൻ കേസ്. സർസൻ കേസിൽ സർസൻ എന്നൊരു യുവാവിനെ പൊടുന്നനെ കാണാതാവുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് വേളയിലായിപ്പോയി. സർസൻ RSP എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു അംഗമാണ്. അന്നത്തെ RSP നേതാവ് ബേബി ജോണുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ബേബി ജോണിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് സർസൻ്റെ തിരോധാനത്തെ ആളുകൾ കണ്ടത്. സർസൻ കൊല്ലപ്പെട്ടു എന്നും അതിന് പിന്നിൽ മുൻ മന്ത്രി ബേബി ജോൺ ആണെന്നും വ്യാപകമായി പ്രചരിപ്പിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? ബേബി ജോണിന് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന വൻ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് അദ്ദേഹം കഷ്ടിച്ച് 1000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ നിന്ന് ജയിച്ചത്. പക്ഷേ ജയമെല്ലാം കഴിഞ്ഞ് ഏതാനും 4-5 വർഷം കഴിഞ്ഞ് ഇതാ സർസൻ തിരിച്ചു വരുന്നു. സർസൻ തിരിച്ചു വന്നപ്പോഴാണ് ഇത് മുഴുവൻ കെട്ടിപ്പൊക്കിയ ഒരു കള്ളക്കഥയാണെന്ന് ജനം അറിയുന്നത്. ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പത്രലേഖകർ, അത് സർസൻ തിരിച്ചു വരുന്നതിന് മുമ്പാണ്, ഒരിക്കൽ പത്രലേഖകർ അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാരോട് ചോദിച്ചു,
അപ്പോൾ നായനാരുടെ മറുപടി വളരെ രസകരമായിരുന്നു. നായനാർ പറഞ്ഞു, ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ പത്രങ്ങളൊക്കെ ഇതേക്കുറിച്ച് വാർത്ത എഴുതിയപ്പോൾ പത്രങ്ങളിലൊക്കെ ബേബി ജോണാണ് ഇതിൻ്റെ പിന്നിലെന്ന ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ ബേബി ജോണിനെ വിളിച്ച് ചോദിച്ചു, ബേബി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? താൻ ആരെങ്കിലും വിട്ട് കൊല്ലിച്ചതാണെങ്കിൽ അത് പറ, നമുക്കതനുസരിച്ച് വേണമല്ലോ ഇതിനെ നേരിടാമെന്ന് പറഞ്ഞപ്പോൾ ബേബി ജോണിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനാണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഒരിക്കലും അത് പത്രങ്ങളിൽ എൻ്റെ പേര് വരില്ല. അപ്പോൾ അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പേര് വന്നത് തന്നെ അദ്ദേഹം ഇതിൻ്റെ പിന്നിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ്. ഏതായാലും അതിനുശേഷം ആണ് സരസൻ രംഗത്ത് വരുന്നതും അങ്ങനെ ബേബി ജോൺ ഇതിനകത്ത് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നതും. വേറൊരു വലിയ സംഭവമാണ് ജിഷ വധക്കേസ്. അതും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. പെരുമ്പാവൂർ മണ്ഡലത്തിൽ നടന്ന ഈ ഒരു കൊലപാതകം അത് അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ നേർക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു നടന്നത്. ജിഷ എന്ന് പറയുന്ന ഒരു നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്നു. ആ കൊലപാതകത്തിൻ്റെ ആരോപണം വിധേയനായത് മുൻ സ്പീക്കറും മന്ത്രിയുമൊക്കെ ആയിരുന്നു പി തങ്കച്ചനാണ്. തങ്കച്ചന് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നും പെൺകുട്ടി തങ്കച്ചൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് തങ്കച്ചനെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് അന്ന് ശ്രമിച്ചത്. അന്നത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന എൽദോസ് കുന്നപ്പള്ളി ആയിരുന്നു എൻ്റെ ബലിയാട്. എൽദോസ് കുന്നപ്പള്ളി ആ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം വളരെയേറെ കുറഞ്ഞു. സാജു പോൾ എന്ന് പറയുന്ന MLA, അന്നത്തെ എൽദോസ് കുന്നപ്പള്ളിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഇടത് MLAക്ക് വേണ്ടിയായിരുന്നു ആ പ്രചാരണം ഇറക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി തോറ്റില്ല എന്നുള്ളൊരു ആശ്വാസകരമായ സംഗതി മാത്രമാണ് പറയാനുള്ളത്. വേറെയും ഇതുപോലെ തന്നെ ദുരന്തങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നു, പാർലമെൻറ്റ് ബൈ ഇലക്ഷൻ. PK വാസുദേവൻ നായർ അന്ന് ഇടത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബൈ ഇലക്ഷനിൽ ആ കാലത്തുണ്ടായ ഒരു മരണം അതൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു ആത്മഹത്യയായിരുന്നു. വെള്ളറട സ്വദേശിനിയായ രജനി എസ് ആനന്ദ് എന്ന പെൺകുട്ടി. രജനി എസ് ആനന്ദ് അന്ന് തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡിൻ്റെ 7 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തൊരു കോയിൻസിഡൻസ് എന്ന് ആലോചിച്ചാൽ മതി. ആ കെട്ടിടത്തിലാണ്, അതിൻ്റെ 6ാം നിലയിലാണ് അന്ന് എൻട്രൻസ് എക്സാം കമ്മീഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വിധിക്കപ്പെട്ട പെൺകുട്ടി അവിടെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അതിന് നിരാശ കൊണ്ടാണ് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതെന്ന് അന്നത്തെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFIയും യുവജന സംഘടനയായ DYFും ഒക്കെ പ്രചരിപ്പിക്കുകയും അത് ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവരികയും ആ തെരഞ്ഞെടുപ്പിൽ എന്തായാലും PKVക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ അത് അവസരം ഒരുക്കി. പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആത്മഹത്യയുടെ പിന്നിൽ ഇതൊന്നും ആയിരുന്നില്ല, മറ്റു ചില ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ ചില കാരണങ്ങളാണെന്ന് തെളിഞ്ഞു. ഈ തരത്തിൽ പലപ്പോഴും സ്വകാര്യമായ സംഭവങ്ങൾ, ഈ നേരത്തെ പറഞ്ഞ ഈ പെരുമ്പാവൂർ സംഭവത്തിൽ തന്നെ വാസ്തവത്തിൽ പിന്നീട് തെളിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് PP തങ്കച്ചനുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ആ പെൺകുട്ടിയെ കൊന്നത് അന്നത്തെ ഒരു ആസാക്കാരനായ ഒരു യുവാവാണ്. അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതിന് യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ല എന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ അതും രാഷ്ട്രീയമായിട്ട് അന്ന് ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്തത്.